മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അപ്പച്ചനെ ചോദ്യം ചെയ്യണ്. അപ്പച്ച, ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ പുനലൂരേക്ക് വന്നപ്പോൾ വൈജയന്തി തനിച്ചായിരുന്നെന്ന് അപ്പച്ചൻ കൊല്ലപ്പള്ളിക്കാരെ വിളിച്ചറിയിച്ചിരുന്നോ? ഞാനെന്തിനാ അങ്ങനെ ചെയ്യണത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവരെന്നെ വിളിച്ച് ചോദിച്ചു, വൈജയന്തിയുടെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ സ്റ്റാൻലി, നിങ്ങളുടെ മോൻ എൻ്റെ മോളെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാനത് സമ്മതിക്കില്ല എന്ന് ഞാനും പറഞ്ഞു. അത്രേ ഇട്ടായിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫോൺ ചെയ്ത് ചോദിച്ചത് അവൻ നാട്ടിലുണ്ടോ എന്ന്. എന്നാ പോകാമെന്നും. ചിന്നമ്മയ്ക്ക് കുറച്ച് അസുഖം കൂടുതലായതുകൊണ്ട് 2 ആഴ്ച ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയും. അത് ശരി. അത് കഴിഞ്ഞിട്ട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്ത്? അത് കഴിഞ്ഞപ്പോഴല്ലേടാ നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. നീ പിന്നെ ICUവിലും വെന്റിലേറ്ററിലും ഒക്കെ മാസങ്ങളോളം കിടന്നില്ലേ? അതിൻ്റെ പിന്നിലും കൊല്ലപ്പള്ളിക്കാരല്ലാന്ന് അപ്പച്ചന് ഉറപ്പുണ്ടോ? ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയില്ല. ഞങ്ങൾക്ക് നിൻ്റെ ജീവനായിരുന്നു വലുത്. അതെ, ആ സമയത്താണല്ലോ വൈജയന്തിനെ പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പം എനിക്കെല്ലാം വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അപ്പച്ച. അങ്ങനെ 23 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ മോള് ജനിച്ചിട്ടുണ്ട്. എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പിടും. ഇനി ഉണ്ടായി തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ 10-23 വയസ്സായില്ലേ, വലിയ പെൺകുട്ടിയായി. അതൊക്കെ ബാധ്യത ഉണ്ടാ എടുത്ത് തലയിൽ വയ്ക്കാനായിട്ട്? അതൊന്നും നടക്കില്ല. അടയ്ക്കണമെങ്കിൽ മടിയിൽ വയ്ക്കാം. അടയ്ക്കാമരമായാലോ? ഇത് വലിയ കവുങ്ങണ്. അവൾ എവിടെയെങ്കിലും വളരട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. നീ ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട എന്ന് പറയും. ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വലിയ തൃപ്തി ഇല്ലാതോടുകൂടി സ്റ്റാൻലി മൂടുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രന് ചായയായിട്ട് ചെല്ലണ് നമ്മുടെ അലീന. അച്ഛ, ആ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. ഇല്ല, ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അച്ഛാ, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അതെന്താ? വേറെ എവിടെ ഇരുന്ന് നീ നോക്കിയിട്ടുണ്ടോ? ഞാൻ ആ സ്നേഹനികേതനത്തിലേക്ക് മടങ്ങിയാലോ? അവിടെ എന്താ ഉള്ളത്? അവിടെ ഇപ്പോൾ ഡേ കെയർ, LKG UKG ഒക്കെ ഉണ്ട്. അവിടെ ആയനെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു സിസ്റ്റർ. നീ അവരെ വിളിച്ചിരുന്നോ? ഞാൻ അവരെ വിളിക്കാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഓ അങ്ങനെ. അതെന്തിനാ നീ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നത്? നിനക്ക് ഇവിടെ അത്രയ്ക്കും മടുത്തോ എന്ന് ചോദിക്കും. ബാലചന്ദ്രൻ ദേഷ്യപ്പെടും. അതുകൊണ്ടല്ല അച്ഛാ, എത്ര നാളായി ഇങ്ങനെ നാളെ എന്ന് പറയുന്നു. വാക്കിനൊരു വ്യവസ്ഥ വേണ്ടേ? വാക്കിന് വ്യവസ്ഥ വേണ്ട. നിനക്കെന്തപ്പോൾ ഇത്ര ധൃതി ഇവിടെ നിന്ന് പോവാൻ? അതല്ല അച്ഛാ, ഞാൻ പോയിട്ട് വേണ്ടേ മാഡത്തിന് ഇങ്ങോട്ട് വരാൻ. പിന്നെ മാഡത്തിന് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് കാണിക്കാൻ? മാഡം എന്തൊലത്താനാണ്? ഇവിടെ പാലും പഞ്ചസാരയും പഴവും ഒഴുക്കുമോ? മാഡം വന്നിട്ടേ, നിൻ്റെ മാഡം വന്നാൽ ഞാനിവിടെ ഇങ്ങനെ വരപ്പിക്കും. അത് നിനക്ക് കാണാൻ ധൃതിയായോ എന്ന് ചോദിക്കും. അച്ഛൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ചോദിച്ചതല്ലേ. ഞാൻ ദേഷ്യപ്പെടും. പതുക്കെ കിട്ടുമ്പോൾ പോയാൽ മതി, അവരാലോചിച്ച് വിളിക്കട്ടെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ അലീന പോകും. എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാവണം. ബാലചന്ദ്രൻ അലീന പോയി കഴിയുമ്പോൾ പേപ്പറൊക്കെ എടുത്ത് വായിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയുടെ വീടിന് കാറ് കഴുകണ്. എവിടേക്കോ പോകുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ കാറ് കഴുകില്ല. എവിടേക്കാണ് പറഞ്ഞോ പൗലോസ് ചേട്ടാ? ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. ഞാൻ ചോദിച്ചില്ല, ചോദിച്ചാൽ ഇഷ്ടപ്പെടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് പറയും. അതും ശരിയാ. എന്തായാലും ആ പാലക്കാരൻ വന്നു പോയതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. വല്ലാത്ത ദേഷ്യവും ടെൻഷനും, ആകപ്പാടെ ഒരു ഭയം പോലെ, എന്തോ സംഭവിക്കാൻ പോണ പോലെ എന്ന് പറയും. അപ്പോഴത്തേനും സ്റ്റാൻലി ഗെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ പൗലോസിൻ്റെ കയ്യിൽ, ആൻ്റപ്പൻ്റെ കയ്യിലാണ് ബാഗ് കൊടുക്കുന്നത്. താക്കോല് തരാൻ പറയും. അപ്പോൾ ആൻ്റപ്പൻ ബാഗ് താഴെ വെച്ചിട്ട് താക്കോല് കൊടുക്കും. ആൻ്റപ്പ അലറും. അപ്പോൾ ബാഗ് എടുക്കും. എന്നിട്ട് പൗലോസിൻ്റെ കയ്യിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാറിൽ കയറും. പിന്നെ ആൻ്റപ്പ അലറും. ബാഗ് എന്ന് പറയും. അങ്ങനെ ബാഗ് കൊടുക്കും. 2 മിനിറ്റ് അയാൾ ആലോചിക്കും, ഇവരോട് പറയണോ വേണ്ടേ എന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. പറയില്ല, പോകുന്നു നേരെ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രന് ചായ ആയിട്ട് വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് ചായയായി വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലേ? ഈ ചായ തണക്കണേക്കാൾ മുന്നേ കുടിച്ചോ. രോഹിത് അച്ഛനെ കാത്ത് ഇരിക്കുന്നുണ്ട് കോളേജിലേക്ക് പോവാൻ. അതെന്തിനാ അവൻ എന്നെ കാത്തിരിക്കുന്നത്? അവൻ ഇന്നും വണ്ടി കിട്ടിയില്ലേന്ന്. അവൻ്റെ ബൈക്ക് ശരിയാക്കിയിട്ടില്ല അച്ഛാ, 2 ദിവസം കഴിയണമെന്നാണ് പറഞ്ഞതെന്ന് പറയും. ശരി, ഞാൻ താഴത്തേക്ക് ഉടനെ വരാമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് അലീനയും പോകും. അലീന പോയി 2 സെക്കൻഡിനുള്ളിൽ ഫോൺ ബെല്ലടിക്കും. സ്റ്റാൻലി ആയിരുന്നു. ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ. അതെ, സ്റ്റാൻലി ജോസഫാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? തിരക്കുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ എന്ന് പറയും. ഞാൻ
എനിക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയും. കാണാമല്ലോ എന്ന് പറയും. എനിക്ക് തിരക്കൊന്നുമില്ല എന്ന് പറയും. എവിടെയുണ്ട് നിങ്ങൾ എന്ന് പറയും. ഞാൻ പാലായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഓൺ ദ വേ. കുറച്ച് നേരത്തിനുള്ളിൽ പാലായിലെത്തും. ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കും. എന്നിട്ട് ഞാനൊന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ആ പിന്നെന്താ വരാമെന്ന് പറയും. അതിനെന്താ വരാമെന്ന് ബാലചന്ദ്രൻ പറയും. ശരി, അതാ അവിടെ ചെന്നിട്ട് ഹോട്ടലും റൂമൊക്കെ വിളിച്ച് പറയാമെന്ന് പറയും. ആ ശരി എന്ന് പറയും. പിന്നെ ബാലചന്ദ്രന് ഭയങ്കര ടെൻഷനാവും. ഭക്ഷണമൊക്കെ കഴിച്ചില്ല എന്നാക്കും. അതിനുശേഷം കാറിൽ കയറാൻ പോണ്. അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് എന്തോ മനസ്സിൽ പന്തിയോട് തോന്നുമ്പോൾ അലീന പറയും, അച്ഛൻ ഓക്കെ അല്ലേന്ന് ചോദിക്കും. അതെന്താടി അങ്ങനെ ചോദിക്കുന്നത്? ഞാനും ഓക്കെ തന്നെയാണെന്ന് പറയും. അച്ഛൻ എന്തോ ചെറിയ ടെൻഷനുള്ള പോലെയെന്ന് പറയും. എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല എന്ന് പറയും. അല്ല, ഞാൻ ചായ കൊണ്ട് മുകളിലേക്ക് വരുന്നത് വരെ അച്ഛൻ ഓക്കെ ആയിരുന്നു. ഇപ്പം അച്ഛൻ എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നുണ്ടെന്ന് പറയും. അതെ നിനക്ക് തോന്നണതാണ്. എൻ്റെ മുറി ഞാൻ ലോക്ക് ചെയ്തോ? അതിന് അച്ഛൻ മുറി ലോക്ക് ചെയ്യാറില്ലല്ലോ. ഓ അത് ശരിയാ. എന്നാൽ എൻ്റെ കാറിൻ്റെ താക്കോലും മുറിയിലുണ്ടോയെന്ന് നീ പോയി നോക്കിയിട്ട് വാന്ന് പറയും. അങ്ങനെ അലീന വീണ്ടും ഉള്ളിലേക്ക് പോകും. ബാലചന്ദ്രൻ ആകെ ടെൻഷനായിട്ടിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും വിളിക്കും സ്റ്റാൻലി. ഹോട്ടലിൻ്റെ നമ്പറും ഹോട്ടലിൻ്റെ പേരും റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കും. ആ അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലാണ്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. ആ ശരി. അതിന് ശേഷം ഗോവർദ്ധനെ വിളിക്കും. ഗോവർദ്ധനെ വിളിച്ചിട്ട് പറയും 10 മിനിറ്റിനുള്ളിൽ വേഗം റെഡി ആവണമെന്ന് പറയും. ശരി ബാലേട്ടാ, എവിടേക്ക് പോകാനെന്ന് ചോദിക്കും. എവിടേക്ക് പോകാനാണെന്നൊക്കെ പറയണോ, നീ വേഗം റെഡി ആവുമെന്ന് പറയും. എന്നാൽ ശരി, ധൃതി ഉണ്ടെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയും. ബാലേന്ദ്രന് വണ്ടി ഓടിക്കാനൊന്നും പറ്റണില്ല. ഭയങ്കര ടെൻഷൻ. അയാൾ പാലായിലേക്ക് എത്തിയതിൻ്റെ ഒരു ടെൻഷനാണ്. എന്തോ ബാലചന്ദ്രൻ വല്ലാത്തൊരു ടെൻഷനിൽ. പിന്നെ അകത്തേക്ക് നോക്കും, അലീന വന്നില്ല. നേരെ കാറെടുത്ത് അയാൾ പോകും. പിന്നെ അലീന വന്ന് നിൽക്കുമ്പോഴത്തേനും അച്ഛൻ പോയിട്ടുണ്ടാവും. ഇതെന്ത് പറ്റി, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അലീന ചിന്തിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ശരണ്യനാണ്. ശരണ്യയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അമ്മ ഫോൺ കൊണ്ട് കൊടുക്കും. എന്നാ നിൻ്റെ അലീന ചേച്ചി എന്ന് പറയും. അലീന ചേച്ചി എന്ന് പറയും. നീ എന്തെടുക്കണ കുഞ്ഞേന്ന് ചോദിക്കും. ഞാൻ ദേ പഠിക്കണേന്ന് പറയും. ഓ വേണ്ട, എത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട്? പിന്നേടി എത്ര ദിവസമെന്ന് ചോദിക്കും. ഇന്നലെ വിളിച്ചോ, മിനിഞ്ഞാന്ന് വിളിച്ചോ എന്ന് ചോദിക്കും. അയ്യടി മുത്തേ, ചക്കരേ, പൊന്നേ, കൽക്കണ്ടമേ, അങ്ങനെയൊക്കെ വിളിച്ച് കൊഞ്ചിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേടി ഞാനൊരു യാത്ര പോകണമെന്ന്. ഓ പിന്നെ എന്നിട്ടൊന്ന് വിളിച്ചൂടെ? ഇന്നലെ ഒന്നല്ലല്ലോ തിരിച്ചു വന്നത്. അത് നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയും. ചേച്ചി എന്നെ കാണാൻ വരുമോ എന്ന് ചോദിക്കും. നാളെ വരാൻ പറ്റില്ലടി, അടുത്ത ആഴ്ചയിൽ വരാമെന്ന് പറയും. ചേച്ചി അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിക്കും. ആ പോകാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. പോകണ്ട ചേച്ചി, ഞാൻ എവിടെ പോയാലും നിന്നെ കാണാൻ വരില്ലേടി. പിന്നെന്താന്ന് ചോദിക്കും. നീ ഇപ്പം എന്തെടുക്കണ്? പഠിക്കണ്. പരീക്ഷ എന്നാണ്? നാളെ. നന്നായി പഠിക്കണം കേട്ടാന്ന് പറയും. നന്നായി പഠിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയും. ആ അത് മതി, അമ്മരയിൽ ഫോൺ കൊടുക്കാൻ പറയും. അങ്ങനെ അമ്മരയിൽ ഫോൺ കൊടുക്കും. അപ്പോൾ അമ്മനോട് അലീന പറയുന്നത്, അവൾ നന്നായി പഠിക്കുന്നില്ലേ അമ്മേ? ഓവാ, അവൾ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ട് മോളെ എന്ന് പറയും. അവളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒന്നും ചെയ്യരുത്. അവളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ എന്ന് പറയും. ഓ ആയിക്കോട്ടെ, അവളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അമ്മ സന്തോഷത്തോടെ ഫോൺ വയ്ക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.